ഇന്ന് ഡിസംബർ 23 ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം ദിവസമാണ്. ഇവിടെ അടുത്ത് പനങ്ങാട് സൗത്തേൺ നൈറ്റ് റിസോർട്ട് വെച്ചായിരുന്നു നമുക്ക് പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗ് 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്താൻ 11 മണിയായി. എന്നിട്ടും ഞങ്ങൾ തന്നെയായിരുന്നു ഫസ്റ്റ് അവിടെ എത്തിയത്. ചെന്നപ്പോൾ തന്നെ സ്റ്റാർട്ടറും കഴിച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നീ പാടില്ല അവിടെ കൊടുക്കും. പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടാനുണ്ട് തന്നെ ഒന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഘോഷങ്ങളും തുടങ്ങി. ഏകദേശം 6 മണിയോടുകൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേന്ന് 24-ാം തീയതി നാട്ടിലേക്കുള്ള പോക്കാണ്. ആദ്യമൊക്കെ എനിക്ക് തണുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് ചാടിയിട്ടിരുന്നെങ്കിലും പോകെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നൈറ്റ് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ക്രിസ്മസ് ആണ്. വീടുകളിലും ഷോപ്പുകളിലൊക്കെ ലൈറ്റുകൾ കണ്ടു പോകുമ്പോൾ ഈ 3-4 മണിക്കൂർ പോകുന്നതേ അറിയില്ല. ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങാൻ 7 മണി ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിന് ഞങ്ങൾ ഗൂഗിൾ ആൻഡ് പറഞ്ഞ വഴി കൂടാണ് പോയത് രാത്രി ആയതുകൊണ്ട് അധികം കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ട കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് മടുക്കുമ്പോൾ നടുവൊന്ന് നോക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ നിർത്താറുണ്ട്. ഇത്തവണ അതൊരു പള്ളിയുടെ ഗ്രോട്ടോയുടെ ഫ്രണ്ടിലായിരുന്നു. പണ്ട് ഈ ആറ്റിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ പിറക്കുന്ന പോലെ നല്ല രസമുള്ള കല്ലുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആദ്യം അതൊക്കെ എടുക്കാൻ ഓർത്തെങ്കിലും എന്തെങ്കിലും നേർച്ചയാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. ഞങ്ങൾ എത്താൻ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേന്ന് കൊക്കൊക്ക പറിക്കാനുള്ള പോക്കാണ്. കഴിക്കുന്നത് നോക്കിയിരുന്ന് പറിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വീട്ടിലെ കൊക്കൊക്ക കൊണ്ടുപോകുന്നത് അണ്ണാനാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെയുള്ള കൊതുക് വെക്കൽ. അതുകൊണ്ട് മതിൽ ചാടിയിട്ടായാലും ഞാൻ അതൊക്കെ പറിച്ച് കഴിച്ചിട്ടേ വരാറ്. ഈ ഒരു ഐറ്റം ഞാൻ ചെന്നപ്പോൾ തൊട്ട് മുറിയിലിരിക്കുന്നത് കണ്ടെങ്കിലും ഇതിന്റെ ഉപയോഗം ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് മനസ്സിലായത് പിന്നീടാ. കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്തൊക്കെ ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ എപ്പോഴോ നടന്നൊരു സംഭവത്തിന് ഇത്ര ബിൽഡപ്പ് ഇട്ട് പറയുന്നതായിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇത് അങ്ങനെ ഒരു പുഴുക്കതയല്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നു. ഇവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഉപദ്രവ ശല്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കാണുമ്പോൾ ഉള്ള പേടി കൊണ്ട് സൗണ്ട് വെച്ച് പേടിപ്പിച്ച് ഓടിക്കാനുള്ള ഒരു ഐറ്റമാണിത്. സ്ഥലം എരുമേലി ആയതുകൊണ്ട് തന്നെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് വരാം.